നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സമയത്ത് ആകാശിന് സ്റ്റേഷനിൽ നിന്ന് കോള് വരേണ്ടതാണല്ലോ. ഇനി ദിലീപിനെ വിളിച്ച് ചോദിക്കണം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ മാഡം, ഞാൻ വെളിയനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. പറയൂ സർ. മാഡം, നിങ്ങളുടെ ഓഫീസിലൊരു മുരുകൻ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് വന്നിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശിനെതിരെ. അതന്വേഷിക്കാൻ ഞാൻ ആകാശിന്റെ വീട്ടിൽ പോയിരുന്നു. ആകാശ് മൂന്നാറിൽ പോയിരിക്കുന്ന ബാലമാഷ് പറഞ്ഞത്. 24 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് ആകാശിനോട് പറയാൻ പറഞ്ഞു. സർ, വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. പ്രതിയെ ഫോണിൽ വിളിച്ച് നേരിട്ട് പറയാറുന്നില്ലേ? എന്നിട്ടും വന്നില്ലെങ്കിലല്ലേ വീട്ടിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ശരിയാണത്. മാഡത്തിന്റെ ഓഫീസിലെ സ്റ്റാഫല്ലേ, മാഡത്തോട് ചോദിച്ചിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇപ്പൊ തന്നെ വിളിച്ചോളൂ. ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ മാഡം. അങ്ങനെ അത് ഫിനിഷ്. ഇത് പാരാ, പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ആകാശല്ലേ? അതെ, ആരാ? വെളിയനാട് എസ്.ഐ അനിരുദ്ധൻ ഇടച്ചാലിയാണ്. പറയൂ സർ. ആകാശിന്റെ ചേട്ടൻ അരവിന്ദ് മദ്യപിച്ച് വന്ന് നിങ്ങളുടെ ഓഫീസിൽ പ്രശ്നമുണ്ടാക്കി. ഓഫീസ് തല്ലി തകർത്തു. ഓഫീസ് തല്ലി തകർത്തത് കൂടാതെ ചീഫ് എഞ്ചിനീയറെ അസഭ്യം പറഞ്ഞു. പിയൂൺ മുരുകന്റെ തലയടിച്ചു പൊട്ടിച്ചു. പിയൂൺ ആകാശിന്റെ അരവിന്ദിന്റെ പേരിൽ പരാതി വന്നിട്ടുണ്ട്. സാർ, അരവിന്ദേടൻ പിയൂണിനെ തല്ലിയന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ പേരിലും പരാതിയുണ്ട്. എത്രയും പെട്ടെന്ന് ആകാശ് സ്റ്റേഷനിൽ ഒന്ന് ഹാജരാവണം. സാർ, വൈകിയ നിങ്ങൾ ഉള്ള സ്ഥലത്ത് ഒന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ വരാം സാർ. ശരി. എന്താ പ്രശ്നം? അരവിന്ദേട്ടൻ എന്താ ചെയ്ത? സ്റ്റേഷനിൽ നിന്ന് എസ് ഐ വിളിച്ചത്. അരവിന്ദേട്ടൻ എന്റെ ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കി ഓഫീസ് തല്ലി തകർത്തുന്നു. എന്നിട്ട് ആ പിയൂണിന്റെ തല അടിച്ചു പൊട്ടിച്ചെന്നു. അത് ചെയ്ത അരവിന്ദന്റെ പേരിൽ മാത്രം കേസ് എടുക്കാതെ എന്റെ പേരിലും കൂടെ കേസ് രജിസ്റ്റർ ചെയ്തു. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്താനാ എസ് ഐ പറഞ്ഞത്. എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല കാക്കുതി. അക്കുചേട്ടാ, ഇനി ഒന്നും ആലോചിക്കണ്ട. നമുക്കിപ്പൊ തന്നെ നാട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന ബാലമാമനെല്ലാം നോക്കിക്കോളും. വാ അക്കുചേട്ടാ, എനിക്ക് പോവാം. ഇങ്ങോട്ട് വന്നപ്പോ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. അക്കുചേട്ടാ, എന്തേ ആലോചിക്കുന്നേ? പോവാം, വാ.
അതെ, ഞങ്ങള് വെക്കേറ്റ് ചെയ്യുക. എന്തൊരു സാർ പെട്ടെന്ന്? നാട്ടിലൊരു എമർജൻസി, പെട്ടെന്ന് എത്തിയേ പറ്റൂ. ഓക്കെ സാർ, നീ വാ. ഓക്കെ. ഞാൻ പോവാ. എന്തോ പറ്റി മാഡം? 1 വീക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്? ഓഫീസില് ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് മിനിസ്റ്ററുമായിട്ട്. ഇപ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടിയത്. ഓക്കെ മാഡം. താങ്ക് യു. യു വെൽക്കം. നിന്റെ ഹണിമൂൺ എങ്ങനെയുണ്ട് ആകാശ്? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ജീവിതത്തിൽ ഇനി സന്തോഷം ഉണ്ടാവില്ലെന്ന്. അശ്വ ചേച്ചി, ദേ ഹണിമൂണിന് പോയ കുഞ്ഞേട്ടന് ചാർജ് ചേച്ചി വന്നേക്കുന്നു. അനു, ഞാനിതാ വരുന്നു. എന്തേച്ചി ഇത്ര പെട്ടെന്ന് വന്ന്? എന്താ മോനെ, ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്നത്? അപ്പോ അച്ഛൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അരവിന്ദേട്ടൻ ഓഫീസിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അതറിഞ്ഞപ്പോ തന്നെ പോന്നതാ. ഇക്കാര്യം ആകാശിനോട് പറയരുതെന്ന് പറഞ്ഞല്ലേ? ആരാ ഇവനെ വിളിച്ചു പറഞ്ഞത്? അച്ഛൻ ദേഷ്യപ്പെടാതെ, ഞാൻ പറയുന്ന കേക്ക്. ഇവരാരും എന്നെ വിളിച്ച് പറഞ്ഞതല്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI എന്നെ വിളിച്ച് പറഞ്ഞതാ. SI വിളിച്ചു പറഞ്ഞെന്നോ? അവൻ പറഞ്ഞല്ലേ SI വിളിച്ചു പറഞ്ഞു എന്ന്. അല്ല പിന്നെ ഇവിടെ വീട്ടിലുള്ളവരാരും വിശ്വാസം ഇല്ലല്ലോ. അച്ഛാ, എന്റെ സസ്പെൻഷൻ കാര്യമൊക്കെ അരവിന്ദേട്ടൻ എങ്ങനെ അറിഞ്ഞു എനിക്ക് മനസ്സിലാവാത്തെ. മനസ്സിലാവാതിരിക്കാൻ ഒന്നുമില്ല. ഈ വീട്ടിലുണ്ടല്ലോ യുവദാസിന്റെ ജന്മത്തിലൊരെണ്ണം. ഒറ്റ കൊടുത്തതാവും. മോനെ, നാളെ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി SI കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാം. ആ ഫ്രോഡിനെ കണ്ടെത്തി സ്റ്റേഷനിലിട്ട് ചതക്കട്ടെ. നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി റെസ്റ്റ് എടുക്ക്. ചെല്ല്. അക്കുചേട്ടാ ബാഗ്. മോൻ വയ്ക്കോ, സാധനമൊക്കെ ഞാൻ എടുത്തോണ്ട്. അതൊക്കെ ഇവനെടുത്തോളും. ചെല്ല്.